അവിടെ പണ്ട് കളിക്കാം. അവിടെ തന്നെ ഇരുന്നാൽ മതി, എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി. നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുനരുദ്ധാരണ സമിതിക്ക് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിലുപരി നമ്മൾ പ്രതിഷ്ഠാകർമ്മം നടത്തിയിരുന്ന തൊട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ തൊട്ട് കൃത്യമായി മുടങ്ങാതെ ആദ്യം പാലാലയം പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നു. അത് നിർത്തണ്ട മുറിയാതെ തന്നെ ഓട്ടമാണ്. എന്ത് മഴയായിക്കോട്ടെ, എന്ത് കാറ്റായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, നമ്മുടെ സമീപത്തുള്ള ആരെങ്കിലും എല്ലാ ഭക്തങ്ങളും വേണം. നമ്മുടെ സമീപത്തുള്ള ആൾക്കാരെല്ലാം വന്ന് പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്നിട്ട് സമ്മതിക്കുന്നതാണ്. അതുകൊണ്ട് അത് സഹകരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ സഹകരിക്കണം എന്ന് ഇന്നലെ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, നിങ്ങളെ സഹകരിച്ചെടുക്കുക എന്നൊക്കെയുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന രീതിയിൽ എൻ്റെ ചുമതലയാണ്. അപ്പം അതൊക്കെ നിങ്ങൾ ഇതിനോട് ഒരു ലക്ഷ്യവും കൂടാതെയും ആ
ക്ഷേത്രത്തെ കണ്ടിരിക്കുന്ന സ്നേഹത്തോടു കൂടിയും നിങ്ങൾ അത് നടത്തിയാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പം ഭഗവാന്റെ ഈ ചൈതന്യത്തെ പറ്റി പറയുന്നു. അപ്പം നമ്മൾ എല്ലാവരും ആദ്യത്തെ കാര്യം തന്നെ നിത്യപൂജ നടത്തുവാൻ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടത്തുവാൻ ഈ ക്ഷേത്രത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം നിത്യമായിട്ടുള്ള പൂജകൾ ഉണ്ടായിരിക്കണം. ആ പൂജകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്ഷേത്രം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു ചിലവ് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടായിരിക്കുന്നത് അനിവാര്യമായിട്ടും അതിന് ഒരു ഫണ്ടുണ്ടാകണം. അപ്പം അതിനുവേണ്ടി നമ്മൾ പൂജാക്രമങ്ങളെ പല തിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് ഈ നിത്യപൂജ ഉണ്ടാകുമ്പോൾ വരുമാനം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് അടുത്ത് പറയുന്നു 41 ദിവസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് പൂജ നടത്തുന്നതിന് മുമ്പായിട്ട് 41 ദിവസം എന്ന ഇവിടെ യജമാനം വിളിച്ച് പറയുമെങ്കിൽ പോലും നമ്മൾ അങ്ങനെയല്ല. ഈ 41 ദിവസമായിട്ടല്ല, എല്ലാ 365 ദിവസവും പൂജ നടത്തണം. എങ്കിൽ മാത്രമേ ക്ഷേത്രം നടന്നു പോവുകയുള്ളൂ. അതിന് നമ്മൾ അതിന് തയ്യാറായിട്ട് ഭരണസമിതി ഉണ്ടാകണം. അതിന് തയ്യാറായിട്ട് സന്മനസ്സോടുകൂടി സജ്ജനങ്ങളായ നിങ്ങളും ഉണ്ടാകണം. നല്ല മനസ്സോടുകൂടിയ ജനങ്ങളാണ് സജ്ജനങ്ങൾ. അപ്പം നല്ല മനസ്സോടുകൂടിയവർക്ക് നടത്താൻ കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് സജ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനൊരു സമിതിക്ക് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിലുപരി നമ്മുടെ പ്രതിഷ്ഠാകർമ്മം നടത്തിയതിന് തൊട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ തൊട്ട് നിത്യമായി മുടങ്ങാതെ ആദ്യം പാടാതെ പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നു. അത് മുറിയാതെ തന്നെ ബോധമാണ്. എന്ത് മഴയായിക്കോട്ടെ, എന്ത് കാറ്റായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, നമ്മുടെ സമീപത്തുള്ള ആരെങ്കിലും എല്ലാ ഭക്തങ്ങളും വരണം. നമ്മുടെ സമീപത്തുള്ള ആൾക്കാരെല്ലാം വന്ന് പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഭരണകാലത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇതായിരിക്കും സ്ഥിരമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നത്. വിശേഷ ദിവസങ്ങളിൽ വെച്ചുനേദ്യം, ഹവിസ്, പാൽപായസം, കടുംപായസം വിശേഷ ദിവസങ്ങളിൽ. ആ വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് സാധാരണ രീതിയിൽ എടുക്കുന്നത് ചതയം, സമാധി, പിന്നെ ശിവരാത്രി, ഇതൊക്കെയാണ് ഗുരുദേവ ക്ഷേത്രങ്ങൾ എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ പണ്ട് തൊട്ട് ചിറപ്പ്, അതായത് മണ്ഡലകാലത്ത് 41 ദിവസം പൂജ ചെയ്യുന്ന ഒരു സിസ്റ്റം പണ്ടത്തെ ഗുരുദേവ ഇരുന്നപ്പോൾ തൊട്ട് നടത്തി വന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് ചിറപ്പ് വേണമെന്ന് ഇങ്ങനെ പ്രണാദികളുടെ പ്രത്യേക അഭിപ്രായ പ്രകാരം അത് ചിറപ്പ് 41 ചിറപ്പ് ഒന്നാം തീയതി, മലയാള മാസം 1-ാം തീയതി, ഈ ദിവസങ്ങളിലെല്ലാം വിശേഷ പൂജയുള്ള ദിവസങ്ങളാണ്. ആ സമയത്ത് വെച്ചുനേദ്യങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് കടുംപായസം, പാൽപ്പായസമൊക്കെ നിവേദ്യങ്ങൾ വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. എന്നും രാവിലെ ലഘുവായിട്ട് ഒരു ശാന്തി ഹോമം അല്ലെങ്കിൽ ഗണപതി ഹോമം എല്ലാ ദിവസവും ലഘുവായിട്ട് ഒരു ശാന്തി ഹോമം, ഒരു ഗണപതി ഹോമം. പിന്നെ ചതയ പ്രാർത്ഥന, എല്ലാ മാസവും നടക്കുന്ന ചതയ പ്രാർത്ഥന എന്നും തുടങ്ങുന്നത് 12 മണിക്കാണ്. ഇപ്പോൾ തൊട്ട് 12 മുമ്പായിട്ട് ചതയ പ്രാർത്ഥന എന്നും തുടങ്ങുന്നത് 12 മണി. 12 മണി കഴിയുമ്പോൾ എല്ലാവരും വരും, പ്രാർത്ഥന ചൊല്ലും, ഭക്ഷണം കഴിക്കും, ഞാനും കഴിക്കും, നിങ്ങളും കഴിക്കും, പോകും. അപ്പം ഇനി തൊട്ട് അതല്ല, രാവിലെ വരണം, 9 മണിക്ക് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യണം.
11:30-ക്കുള്ളിലായിട്ട് പ്രാർത്ഥന ദർശനം, അന്നദാനം, ആ സമയത്ത് അന്നദാനം കൂട്ടി ചെറിയ പ്രാർത്ഥന നടത്തുക. വെളിയിൽ കലശം വെച്ച് ചെയ്യുന്ന നമ്മൾ സ്വയമേവ പുഷ്പാഞ്ജലി നടത്തുന്നുണ്ടാവും. നേരത്തെ പോലെ വെളിയിൽ കലശം വെച്ച് ഭഗവാനിലേക്ക് ആ കലശത്തിലേക്ക് നീക്കിടാനുള്ള ആ അവസരം ഇനിയില്ല. അപ്പം ഭഗവാനെ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അകത്ത് ഭഗവാനെ അർച്ചന ശാന്തി നടത്തിക്കോളൂ. അപ്പം നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തു വരുന്ന സിസ്റ്റം എല്ലാ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ആദിത്യ പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും താല്പര്യമുള്ള ചെയ്യാം. എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആദിത്യ പൂജ, അത് ക്ഷേത്രങ്ങളിലാണ്, നമ്മുടെ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ആദ്യം ചെയ്തു പോകാം. നിങ്ങളുടെ അഭിപ്രായത്തിനുള്ളൂ എല്ലാ മാസത്തിൻ്റെ അത് ഏത് മലയാളം. അതെ, നമ്മളിപ്പോൾ ഇതിന് ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഒരു കലണ്ടർ തുടങ്ങുന്ന ആ മാസം ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഏതാണോ ആദ്യത്തെ ഞായറാഴ്ച വരുന്നത്, 1 മുതൽ 7 നേരത്തെ വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഏതാണോ ആ ദിവസം മലയാളം മാസം, ഇംഗ്ലീഷ് മാസം. അതാകുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കും. മലയാള മാസം ഒന്നും എല്ലാവരും കൃത്യമായിട്ട് ചതയമല്ലാതെ ഒന്നും ഓർത്തിരിക്കത്തില്ല. എല്ലാ മാസവും അതിന് പക്ഷെ അത് സമയം പറഞ്ഞ വൈകിട്ട് ദീപാരാധന കൂടി ഞായറാഴ്ച ദിവസം ആദ്യം കല്യാണം ഞായറാഴ്ച, ആദ്യ ഞായറാഴ്ച, എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ആദിത്യ പൂജ. ഭക്തജനങ്ങളുടെ അഭിപ്രായ പ്രകാരം എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ദേവത്തെ വിളിച്ചു പറഞ്ഞു. അത് പക്ഷേ ഭക്തജനങ്ങൾ ശിരസ്ഥാൻ വഹിച്ചുകൊണ്ട് പേരിൽ ആദിത്യ പൂജ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച വൈകിട്ട് ഒരു 4 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ദീപാരാധനയോടുകൂടി സമർപ്പിക്കുന്ന രീതിയിൽ ഞായറാഴ്ച വയ്ക്കാവുന്നതാണ്. ആദ്യ ഞായറാഴ്ച രാവിലെ സാങ്കേതികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കല്യാണം, വിവാഹങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശാന്തിക്കാർക്ക് ഉള്ള ദിവസമാണ്. ആ ശാഖാഭരണ സമിതിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഉച്ച കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് അതിദേവൻ 6:30 വരെ ഉപജീവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു 4 മണിക്ക് ചെയ്ത് ഒരു 6-6:30-ക്കുള്ളിൽ സമർപ്പിക്കുന്ന രീതിയിൽ എഴുതി വയ്ക്കുക.